28-ാം തീയതി വരെ തളിപ്പറമ്പിലുള്ള അവിടുത്തെ ഫൊറോന പള്ളിയിൽ കുമ്പസാരക്കാരനും കുർബാനയായിട്ട് ഒരു കൊല്ലം താമസിച്ചു ഒരു 11 മാസം 15 ദിവസം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ എൻ്റെ മിഷൻ ടൂർ ആരംഭിക്കുകയാണ്. അതായത് പിൽഗ്രിം സഹവാസം എന്ന് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. പിൽഗ്രിം സഹവാസം നമ്മുടെ കുഴങ്ങളിലൊക്കെ പോയി എല്ലാവരെയും കാണുകയും അവരോട് സഹവസിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാമെന്നുള്ള ഒരു മിനിസ്റ്ററോടുകൂടി തുടങ്ങിയതാണ്. ആദ്യം വിചാരിച്ചത് ചവറപിതാവിൻ്റെ 7 കുഴന്തകളിൽ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. ഒരു ദിവസം പോയി കിടക്കാം. അതിനെ കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചതാണ്. എന്നെ തളിപ്പറമ്പിൽ നിന്ന് ഇരിട്ടി വരെ അവിടുത്തെ വികാരിച്ച കൊണ്ടേ വിട്ടു. ഇരിട്ടിയിൽ 28-ാം തീയതി അവിടെ അച്ഛന്മാർ വന്ന് സ്വീകരിച്ചു. ബസ് സ്റ്റാൻഡിൽ വന്ന് കൊണ്ടുപോയി. അതിനുശേഷം എടപ്പഴയെന്നുള്ള അച്ഛന്മാർ വന്ന് എന്നെ കണ്ടു. എടപ്പഴയെന്നുള്ള അച്ഛന്മാരുടെ കാണിക്കുന്നതിലൊക്കെ വന്ന് കണ്ടു. അവിടെ നിന്ന് ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടു. തലപ്പള്ളിക്ക് ബസ് കയറി. അവിടെ ഉണ്ടല്ലോ നമ്മുടെ എടക്കരേച്ചനൊക്കെ ഉണ്ട്. നിങ്ങൾ പരിചയമുണ്ടെന്ന് അറിയില്ല. എടക്കരേച്ചനും ഇനി അവിടെ ചെന്നപ്പം ഓട്ടോയ്ക്ക് താഴെ നിന്ന് ഓട്ടോ പിടിച്ച് ഇവിടെ കാശ് കൊടുത്തു. പിന്നെ മാനന്തവാടിയിലുള്ള ഞങ്ങളുടെ അതിലവാദ റോബിൻസിൻ്റെ ഹോസ്പിറ്റൽസ് ഹൗസുണ്ട്. അവിടെ രാത്രി തങ്ങി. പിറ്റേ ദിവസം ഗുണ്ടൽപേട്ടിന് പോയി. ഗുണ്ടൽപേട്ടിന് ബസ്സിന് പോയി. അവിടെ ചാവറ അവിടെയുള്ള എൻ്റെ ഒരു കസിൻ അച്ഛനുണ്ട്. അവരുടെ തങ്ങി. പിന്നെ തലശ്ശേരി രൂപതയുടെ ഒരു നഴ്സിംഗ് കോളേജുണ്ട്, സാന്താമാത. അവിടെ പോയി കണ്ടതിന് ശേഷം ഗുണ്ടൽപേട്ടിൽ കിടന്ന് നേരം കൊടുത്തപ്പോൾ അവിടുന്ന് പോകുന്നു. പിന്നെ അവിടെ ഒരു എസ്റ്റേറ്റ് ഫാമുണ്ട്, പോളി ഫാമിലി CMI ഭവൻ. 1964 സ്ഥാപിച്ചതാണ്. അത് അവിടെ പോയി ഓൺ ദ വേ ടു ഊട്ടിയാണത്. അവിടെ പോയിട്ട് അവിടെയുള്ളവരൊക്കെ കണ്ട് അവിടെ നിന്ന് ബസ് കയറി കൽപ്പറ്റയിൽ വന്നു. കൽപ്പറ്റ നമ്മുടെ അവിടെ ഉണ്ടല്ലോ ഹോസ്പിറ്റൽ. അവിടെ ഒരുപടി ആൾക്കാരുണ്ടായിരുന്നു. ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ ചെറിയ 40 മാത്യു ചാലി, ജോസ് ഞാവള്ളി, പിന്നെ ജോസഫ് കുന്നിപ്പറമ്പിൽ, സ്കറിയാതോപ്പിൽ, ഫാദർ ജോൺ തണ്ണിപ്പാറ 92 വയസ്സ്. അദ്ദേഹത്തിൻ്റെ അന്ന് ഞാൻ ആ ഇവരോടൊക്കെ ഞാൻ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ വേറെ അച്ഛങ്ങളുണ്ടായിരുന്നു. കാണുന്നില്ല. നമ്മുടെ ചെസാരിയസ്. പിന്നെ അവിടെ നിന്ന് ബസ് കയറി ലക്കടിയിൽ വന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ നിന്ന് ലക്കടിയിൽ പോയി ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് മൗണ്ട് സിനായി ആശ്രമം, മോസസിൻ്റെ പള്ളിയാണത്. നമ്മുടെ സഭയിലുള്ള മോസസിൻ്റെ പേരിലുള്ള പള്ളിയാണ് ലക്കടിയിൽ. അവിടെ എൻ്റെ ഒരു കസിനുണ്ട്, തോമസ് ഓട്ടക്കാട്ട്. അവിടെ നിന്ന് പിന്നെ ഞാൻ ലക്കടിയിൽ നിന്ന് പിന്നെ ഒരു സ്വല്പം എൻ്റെ ഒരു കസിൻ്റെ കൂടെ പോകാനുമ്പോഴതിനെ കുറിച്ച് എളുപ്പമുണ്ടായിരുന്നു. കൂടത്തായിക്ക് അവരെന്നെ കൊണ്ടുപോയി വിട്ടു. ലൂർദ് മാതാ മോണസ്ട്രി. അവിടെയും പരിചയക്കാരൊക്കെ ഉണ്ട് അവിടെ. അതിനുശേഷം അവിടുന്ന് പോയത് മേരിക്കുന്നിൻ ഓൾഷേറ്റിലേക്കാണ്. മേരിക്കുന്നിൻ ഓൾഷേറ്റിലൂടെ രാത്രി കിടന്ന് മോസസിനോട് വർത്താനം പറഞ്ഞ് മണിയമ്പരച്ചനാണ് അവിടുത്തെ നോസ് മാസ്റ്റർ. തോമസ് മന്തപ്ലാക്കൽ അവിടെയുണ്ട്, ജേസ് മേക്കര അവിടെയുണ്ട്. അവരോടൊക്കെ സഹവസിച്ച് രാവിലെ കുർബാനയും കഴിഞ്ഞിട്ട് ദേവഗിരിക്ക് പോയി. പിന്നെ ദേവഗിരി കൊണ്ടുപോയി. ദേവഗിരി സെൻറ്റ് ജോസഫ്സ് മോണസ്ട്രി. അവിടെ പൂണോലേച്ചിലും ഐശ്യാസ്തുരം കണ്ട് സീനോ മാസ്റ്റർ പൈസകളൊക്കെ കണ്ട് വർത്താനം പറഞ്ഞ് അവിടെയുള്ളവരോട് രാത്രി കഴിച്ച് പിറ്റേ ദിവസം അമലാപുരി പ്രൊഫഷണൽ ഹൗസിലേക്ക് പോയി. അമലാപുരി പ്രൊഫഷണൽ ഹൗസിൽ പോയി ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് അവരെന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഞാനവിടെ നിന്ന് ആലുവായിക്ക് പോയി. അതാണ് ആദ്യത്തെ ആ പ്രോവിൻസ്. ഏതാണ് കോഴിക്കോട് പ്രോവിൻസിൻ്റെ എല്ലാ സ്ഥലങ്ങളും ഏകദേശം 12 സ്ഥലങ്ങൾക്കിടെ പോയി. പിന്നെ ആലുവായിൽ വന്നതിന് ശേഷം പിന്നെ മൂവാറ്റുപുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ് അത് 4-ാം തീയതിയാണ്. 4-ാം തീയതി അടിമാലിക്ക് പോയി.
അടിമാലി ദീപ്തി ഭവൻ സ്കൂളല്ല, അവിടെ നമ്മുടെ ഓസ്റ്റിൻ കളപ്പുരച്ചനുണ്ട്. ഓസ്റ്റിൻ കളപ്പുര 89 വയസ്സ് 90 വയസ്സുകാരൻ. ആ, ഞാൻ പോയിട്ട് വരാം. ബാക്കിയുള്ളത് അതിന് ശേഷം അല്ലേ പുള്ളി